സിനിമാ പ്രേമികൾ വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന സിനിമകൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അത് മോളിവുഡിൽ നിന്ന് മാത്രമല്ല അന്യഭാഷയിൽ നിന്നും അതുപോലുള്ള സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. തിയേറ്റർ ഡിമാൻഡ് ചെയ്യുന്ന വലിയ സ്ക്രീനിൽ ആസ്വദിക്കേണ്ട, വലിയ ശബ്ദത്തിൽ കേൾക്കേണ്ട, മികച്ച ക്വാളിറ്റിയുള്ള സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരുപിടി ഗംഭീര ചിത്രങ്ങൾ അന്യഭാഷയിൽ നിന്നുമൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നുണ്ട്. അതിനൊക്കെ വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകർ നൽകുന്നതും അത് വലിയ ഹിറ്റാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോളിവുഡിലും അങ്ങനെ വലിയ സിനിമകൾ സംഭവിക്കണം, കൂടാതെ വലിയ വിജയങ്ങളുടെ സെക്കൻഡ് പാർട്ടുകളൊക്കെ വരണം എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ അനുമാനം. അങ്ങനെ ഒന്ന് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് എമ്പുരാൻ മാത്രമാണ്. അതിനുവേണ്ടി ആരാധകരുടെ ആകാംക്ഷ വളരെ കൂടുതലാണെന്നും പല വാർത്തകളിൽ നിന്നും തിയേറ്ററുകാരുടെ ഡിമാൻഡുകളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാലും മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ കരകയറ്റണമെങ്കിൽ വലിയ വലിയ സിനിമകൾ തന്നെ സംഭവിക്കണം. ചില ഗംഭീര ഹിറ്റുകളുടെ റീമേക്കുകളും വരണം എന്ന് തന്നെ പ്രേക്ഷകർ അനുമാനിക്കുന്നു. അങ്ങനെ ചില നോക്കുമ്പോൾ ചിത്തു ജോസഫ് മോഹൻലാൽ കോമ്പിനേഷനിൽ എത്താൻ പോകുന്ന സിനിമകൾക്ക് ആ ഒരു പ്രതീക്ഷ നൽകാൻ സാധിക്കും. അവരിൽ തന്നെ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ദൃശ്യം 3ക്ക് വേണ്ടിയാണെന്ന് യാതൊരു സംശയവുമില്ല. അതൊക്കെ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ചിത്തു ജോസഫ് കോമ്പിനേഷനിൽ എത്താൻ പോകുന്ന ചില സിനിമകൾ പ്രേക്ഷകർക്ക് ആകാംക്ഷ നൽകുന്നുണ്ട്. ചിത്തു ജോസഫും പൃഥ്വിരാജും ഒന്നിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. മെമ്മറീസ്, ഊഴം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ചിത്തു ജോസഫും പൃഥ്വിരാജും ഒന്നിക്കാൻ പോകുന്ന ഒരു സിനിമ അണിയറയിൽ സംഭവിക്കാൻ പോകുന്നു എന്നത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്നത്. നേര് എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരുക്കുന്നതിന് മുമ്പായിരിക്കും പൃഥ്വിരാജും ജിത്തു ജോസഫും ഒന്നിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കാൻ പോകുന്ന നേര് എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും അണിയറയിൽ ഒരുങ്ങുകയാണ്. കൂടാതെ ദൃശ്യം 3യും. ഇവർ ഒന്നിച്ച റാം എന്ന ചിത്രം കൂടി ഇറക്കണമെന്നുള്ള അഭ്യർത്ഥന പ്രേക്ഷകരെല്ലാം പറയുന്നുണ്ട്. എന്നാൽ റാമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കുന്നതുമില്ല. ജിത്തു ജോസഫ് പൃഥ്വിരാജുമായി ഒരുക്കാൻ പോകുന്നത് മറ്റൊരു സസ്പെൻസ് ത്രില്ലർ രീതിയിൽ ഒരുങ്ങാൻ പോകുന്ന സിനിമയായിരിക്കുമെന്നാണ് കരുതുന്നത്. കാരണം സ്ക്രിപ്റ്റ് ഒരുക്കുന്നത് KR കൃഷ്ണകുമാറാണ്. പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷനും മാജിക് ഫ്രെയിംസും ബെഡ് ടൈം സ്റ്റോറീസും ചേർന്നായിരിക്കും ഈ ചിത്രം നിർമ്മിക്കുക എന്നും സുനീക്കയുടേതാണ് സ്റ്റോറി എന്നും പറയപ്പെടുന്നു. ജിത്തു ജോസഫ് ഒരുക്കാൻ പോകുന്ന സിനിമകൾക്ക് മലയാളത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കും ഈ സംവിധായകന്റെ ചിത്രങ്ങളൊക്കെ. ആസിഫ് അലിയുമായി ചേർന്ന് മിറാഷ് എന്ന് പറഞ്ഞ ചിത്രം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജിത്തു ജോസഫ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മോളിവുഡിൽ ഗംഭീര മൾട്ടി സ്റ്റാറർ വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന സിനിമകൾ സംഭവിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആകാംക്ഷ നിറയ്ക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിലും അന്യഭാഷയിൽ നിന്നും എത്താൻ പോകുന്ന ബിഗ് ക്യാൻവാസിലുള്ള സിനിമകൾക്ക് വേണ്ടിയാണ് പ്രേക്ഷകർ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതിൽ ഒന്നാണ് കാന്താര എന്ന ചിത്രം. കാന്താരയുടെ അടുത്ത പാർട്ട് നമുക്ക് മുന്നിലേക്ക് ഉടനെ തന്നെ എത്താൻ പോവുകയാണ്. അതിലെ ഗംഭീരമായ ഒരു അപ്ഡേറ്റ് തന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നതും. ഇന്ത്യൻ പ്രേക്ഷകരെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിയ സിനിമയായിരുന്നു കാന്താര. ഋഷഭ് ഷെട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം അവതരണ മികവുകൊണ്ടും തിരക്കഥയുടെ പിൻബലത്താലും ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ കാന്താര 2 വലിയ ബജറ്റിൽ വളരെ പ്രതീക്ഷയോടെയാണ് ഒരുങ്ങുന്നത്. ചിത്രത്തിൻ്റെതായി പുറത്തുവരുന്ന എല്ലാ അപ്ഡേറ്റുകൾക്കും വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യൻ സിനിമാ ലോകം ഇതേവരെ കാണാത്ത തരത്തിൽ വിദഗ്ധരായ 500 ഫൈറ്റർമാർ ഒന്നിക്കുന്ന ഒരു യുദ്ധരംഗം ചിത്രീകരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പ്രശസ്തരായ നിരവധി ആക്ഷൻ കൊറിയോഗ്രാഫർമാരും അതിന് നേതൃത്വം നൽകുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഒന്നാം ഭാഗത്തിന്റെ പ്രീക്വലായി ഒരുങ്ങുന്ന ചിത്രം 2025 ഒക്ടോബർ 2 തിയേറ്ററിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. 150 കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ നടൻ ജയറാമും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. 2022 ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ കാന്താര ആദ്യ ഭാഗം റിലീസ് ചെയ്തത്. കന്നഡയിൽ ഇറങ്ങിയ ചിത്രം പിന്നീട് മികച്ച അഭിപ്രായം നേടിയതിനെ തുടർന്ന് വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റി എത്തുകയായിരുന്നു. ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ഋഷഭിനെ തേടിയെത്തിയിരുന്നു.